ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുന്നില്ല എന്നൊക്കെ കുറച്ച് പേർക്ക് പരാതിയുണ്ട്. ശരിയാണ്, നമ്മൾ മെയിനായിട്ട് ഹെയർ കെയറും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനും എൻ്റെ ഫേസിൽ അങ്ങനെ ഒരുപാട് ഫേസ് പാക്കുകളും കാര്യങ്ങളും ട്രൈ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. എനിക്ക് കംഫർട്ട് ആയിട്ടില്ല, എനിക്ക് റിസൾട്ട് കിട്ടുന്ന കുറച്ച് പാക്കുകളുണ്ട്, അത് മാത്രമാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള എല്ലാ പാക്കുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോഫി മാസ്ക് ആണ് കേട്ടോ. കോഫി പൗഡർ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെയ്യാനും സ്ക്രബ് ഒക്കെ ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതാണ് എനിക്ക് എൻ്റെ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കോഫി മാസ്ക് അല്ല ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ കോഫി പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ല റിസൾട്ടാണ്, നമുക്കൊരു ഇൻസ്റ്റന്റ് റിസൾട്ട് നമ്മുടെ ഫേസിൽ അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ നിങ്ങൾ ഈ ഒരു കോഫി പൗഡർ ഉപയോഗിച്ചുള്ള പീൽ ഓഫ് മാസ്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കാനും ഇത് നന്നായിട്ട് സഹായിക്കും. അത് മാത്രമല്ല, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒറ്റ യൂസിൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പീൽ ഓഫ് മാസ്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ പീൽ ഓഫ് മാസ്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കോഫി മാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പീൽ ഓഫ് മാസ്ക് ചെയ്യേണ്ടവർക്ക് പീൽ ഓഫ് മാസ്ക് ചെയ്യാം, കോഫി മാസ്ക് ചെയ്യേണ്ടവർക്ക് കോഫി മാസ്ക് ചെയ്യാം. രണ്ടും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, പീൽ ഓഫ് മാസ്ക് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പീല് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡർ ആണ്. അപ്പോൾ ഞാനിത് അവിടെ 1 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മസാലക്കൂട്ടൊന്നും ഇല്ലാത്ത ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ 1 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ സ്പൂണാണ്, അതിന് 1/4 സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. മഞ്ഞൾ ഓപ്ഷനിലാണ്, നിങ്ങൾക്കിപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിൽ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേൻ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനും നല്ലൊരു മോയ്സ്ചർ തരാനൊക്കെയാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈരാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. തൈര് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. ഇനി തൈര് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും അലർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം. അപ്പോൾ തൈര് ഇത്ര അളവ് എന്നില്ല, നമ്മുടെ പാക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തൈര് നിങ്ങൾ എടുക്കുക. എന്നിട്ട് പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോരുത് കേട്ടോ, കുറച്ച് തിക്കായിട്ട് തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ കോഫി മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ഈ കോഫി മാസ്കിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പീൽ ഓഫ് മാസ്ക് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നാണെങ്കിൽ ഈ രീതിയിൽ കോഫി മാസ്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഇനി നമുക്കിത് പീൽ ഓഫ് മാസ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജെലാറ്റിൻ ആണ് കേട്ടോ. അപ്പോൾ ജെലാറ്റിൻ ഞാനിവിടെ 1 സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ കാപ്പിപ്പൊടി എത്ര അളവിലാണോ എടുത്തത് ഏകദേശം ആ അളവിൽ തന്നെ നമ്മൾ ജെലാറ്റിൻ എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് പീൽ ഓഫ് മാസ്കിൻ്റെ ആ ഒരു ഫോമിൽ നമുക്ക് പാക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ പീൽ ഓഫ് മാസ്കിൻ്റെ ഫോമിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ജെലാറ്റിൻ ചേർക്കുന്നത്. അപ്പോൾ ജെലാറ്റിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 സ്പൂൺ അളവിൽ നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് പാക്ക് വേണം, ഒരുപാട് ലൂസായി പോവരുത്. അപ്പോൾ നിങ്ങൾ തൈര് ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൂടിയ അളവിൽ തൈര് ചേർക്കരുത്. പിന്നീട് നമുക്ക് കറക്റ്റ് ആ ഒരു ഫോമിൽ കിട്ടിയില്ലെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല തിക്ക് ഫോമിലാണ് നമുക്ക് പാക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോമിൽ നിങ്ങൾ പാക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് ജെലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഡബിൾ ബോയിലിംഗ് വഴി ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് സമയം നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ജെലാറ്റിനൊക്കെ മെൽറ്റായിട്ട് ഇങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ. അപ്പോൾ പാക്കിൻ്റെ ആദ്യത്തെ ആ ഒരു തിക്ക് ഫോമിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊന്ന് ലൈറ്റായിട്ട് കുറച്ച് ലൂസായിട്ട് പാക്ക് വരും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പാക്ക് ഒരുപാട് ലൂസാക്കിയിട്ട് തയ്യാറാക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് അത്യാവശ്യം ജെലാറ്റിനൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ പാക്ക് അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒരുപാട് തണുക്കാൻ വേണ്ടി വെക്കരുത് കേട്ടോ, ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ കട്ടയായി പോവും. അപ്പോൾ ചൂടോടുകൂടി മുഖത്ത് ഉപയോഗിക്കാനും പാടില്ല, ഒരുപാട് തണുക്കാനും പാടില്ല. അത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് കണ്ടോ, കറക്റ്റ് ഒരു പീൽ ഓഫ് മാസ്കിൻ്റെ ആ ഒരു ഫോമിൽ തന്നെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ പീൽ ഓഫ് മാസ്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞിട്ട് ചിലപ്പം തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ തന്നെ നിങ്ങൾ വെച്ചാൽ മതി കേട്ടോ, അതൊന്ന് മെൽറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടയാവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇത് ഫേസിലേക്ക് തേച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. പിന്നെ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആവി പിടിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രബും ചെയ്യുന്നില്ല, ആവിയും പിടിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു ലെയറായിട്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട് ഒരു ലെയറായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മുകളിലൂടെ പിന്നെയും നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടില്ല, നമുക്ക് പീൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കാക്കണമെന്നൊന്നുമില്ല, ഒറ്റ ലെയർ കറക്റ്റായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എനിക്കിവിടെ വേഗം ഇത് കട്ടയാവുന്നുണ്ട്, നല്ല തണുപ്പായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ തേക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലും പിരികത്തിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ആയി പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളവിടെ പീൽ ചെയ്യാതെ കഴുകി കളഞ്ഞാൽ തന്നെ പോയിക്കോളൂ കേട്ടോ. പിന്നെ തേക്കുമ്പോൾ ആവാതെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പീൽ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ പരമാവധി ആവാതെ തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. ഫേസിൽ തേക്കുന്ന സമയത്ത് നെക്കിലും കൂടി കവർ ചെയ്ത് തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഫേസിൽ നല്ല രീതിയിൽ രോമമൊക്കെ ഉണ്ട്, ഇങ്ങനെ മീശയുടെ അവിടെയൊക്കെ നല്ല രീതിയിൽ രോമമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ രോമത്തിന്റെ അതേ ഡയറക്ഷനിൽ തേക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പീൽ ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പീൽ ചെയ്താൽ മാത്രമേ രോമമൊക്കെ നമ്മുടെ പീൽ ഓഫ് മാസ്കിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫേസിൽ നെക്കിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പീൽ ഓഫ് മാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന അളവ് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അളവാണ്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നേരം നമ്മൾ അതുപോലെ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് ഡ്രൈ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് നേരം പാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ സമയമല്ല നോക്കേണ്ടത്, നമ്മൾ ഫേസിലിട്ട പീൽ ഓഫ് മാസ്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ നോക്കേണ്ടത്. ഡ്രൈ ആയോ എന്നുള്ളത് അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ കൈ ഉപയോഗിച്ച് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടിപ്പിടിക്കുന്ന ഫീലില്ല, കയ്യിലേക്ക് പാക്ക് ആവുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ പീൽ ഓഫ് മാസ്ക് കറക്റ്റ് പാകമായി എന്നുള്ളതാണ്. പാകമായാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് പീൽ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കഴുത്ത് മുതൽ അങ്ങ് പീൽ ചെയ്ത് തുടങ്ങാം. പീൽ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പതുക്കെ ക്ഷമയോടുകൂടി പീൽ ചെയ്യുക കേട്ടോ. ഒറ്റയടിക്ക് വലിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പതുക്കെ നിങ്ങൾ മുകളിലേക്ക് പീൽ ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ തേച്ചിട്ടുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിങ്ങൾ പീൽ ചെയ്ത് എടുക്കുക. അപ്പോൾ എന്തായാലും ചെറിയൊരു പെയിൻ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന പീൽ ഓഫ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് പെയിൻ ഇല്ല. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കോഫി മാസ്ക് പീൽ ഓഫ് മാസ്ക് ആയി ചെയ്ത സമയത്ത് ഞാൻ വാങ്ങിക്കുന്ന പീൽ ഓഫ് മാസ്ക് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും പെയിൻ ഇല്ല, അതുപോലെ തന്നെ അത്ര റിസൾട്ട് ഉള്ളതായിട്ടും എനിക്ക് തോന്നിയില്ല. പക്ഷേ ജെലാറ്റിൻ ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിൽ പെയിൻ ഉണ്ട് കേട്ടോ. പെയിൻ ഒട്ടും ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വേദനയൊക്കെ സഹിക്കാൻ പറ്റുന്നവർ ചെയ്താൽ മതി. എന്ന് വെച്ച് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങനെയല്ല, നമ്മളിങ്ങനെ വലിച്ച് പറഞ്ഞ് നമ്മൾ രോമമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു വേദനയില്ല. എന്തായാലും ആ ഒരു ചെറിയൊരു വേദനയുണ്ട്. അപ്പോൾ പതുക്കെ നമ്മൾ മുകളിലേക്ക് പീൽ ചെയ്ത് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറക്റ്റായിട്ട് പീൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എനിക്ക് എൻ്റെ താടിയുടെ സൈഡിലൊക്കെ ചെറുതായിട്ട് ബ്ലാക്ക് ഹെഡ്സ് അല്ല വൈറ്റ് ഹെഡ്സ് അത്യാവശ്യമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മുകളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് പീൽ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ആ പീലിലേക്ക് ഇങ്ങനെ പോകുന്നത് നമുക്ക് പ്രത്യേകം അറിയാൻ വേണ്ടി പറ്റും. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് പീൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മീശയുടെ ആ ഭാഗത്തൊക്കെ എനിക്ക് മീശയുടെ അവിടെ ഒന്നും രോമമില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം രോമം ഉള്ളവരൊക്കെ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പീൽ ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഇപ്പോൾ സൈഡിൽ മുടിയിലൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട്. ഞാൻ അവിടെ പീൽ ചെയ്യുന്നില്ല, പീൽ ചെയ്യാതെ വിടുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മുടിയിലായിട്ടുണ്ടെങ്കിൽ അവിടെ പീൽ ചെയ്യാതെ വിട്ടാൽ മതി. അത്യാവശ്യം വേദനയൊക്കെ തോന്നുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ വിടുക, അത് നമ്മൾ കഴുകി കളഞ്ഞാൽ മതി, അത് പോയിക്കോളും. അപ്പോൾ പതുക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് പീൽ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു മാസ്ക് പോലെ കിട്ടണമെന്നില്ല, പക്ഷെ നമ്മൾ എവിടെയൊക്കെയാണോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ട് പീൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പീൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാണ്ട് കറക്റ്റായിട്ട് ഇതൊരു പീൽ ഓഫ് മാസ്ക് ആയിട്ട് തന്നെ കിട്ടണം അങ്ങനെയൊന്നുമില്ല, നമ്മൾ കറക്റ്റായിട്ട് പീൽ ചെയ്താൽ മാത്രം മതി. അപ്പം ഞാനിതാ ഇവിടെ ഒന്നും പീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം എൻ്റെ മുടി അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അപ്പോൾ നമുക്ക് നല്ല പെയിൻ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ പീൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ കഴുകിയാൽ തന്നെ അത് പോയിക്കോളും. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പീൽ ഓഫ് മാസ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കാണിക്കാനില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് കോഫി ആയതുകൊണ്ട് തന്നെ ഈ കളറിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, പക്ഷേ വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു റെഡ്നെസ്സോ കാര്യങ്ങളോ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് എടുത്ത് മസാജ് ചെയ്താൽ മതി കേട്ടോ. ഒരു കോട്ടൺ തുണിയിലേക്ക് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നില്ല, ഞാൻ തണുത്ത വെള്ളത്തിൽ കഴുകാൻ വേണ്ടി പോവാണ്. ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഇനി ഞാൻ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തലവേദനയൊക്കെ വരും. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം.
അപ്പൊ ഞാനിതാ നന്നായിട്ട് തന്നെ മുഖം കഴുകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫേസ് വാഷോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ അറിയാൻ വേണ്ടി പറ്റൂട്ടോ. ഫേസ് ഒക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒറ്റ യൂസിൽ തന്നെ റിമൂവ് ആവും കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ താടിയുടെ ഇവിടെയും മൂക്കിന്റെ സൈഡിലും എനിക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഫേസ് നന്നായിട്ട് ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ആയ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ നമുക്ക് ഈ പീൽ ഓഫ് മാസ്ക് ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ ഞാൻ എന്തായാലും ഫേസ് തുടക്കട്ടെ. ഫേസ് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു മോയ്സ്ചറൈസർ ഫേസിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾ മോയ്സ്ചറൈസർ എന്തെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കട്ടെ. കാരണം നമ്മളിങ്ങനെ പീൽ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പൊ അത്യാവശ്യം നമ്മൾ ഒരു മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കണം. ഉപയോഗിക്കുന്നവരാണെങ്കിൽ കേട്ടോ, ഉപയോഗിക്കുന്നില്ല പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തേച്ച് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ പീൽ ഓഫ് മാസ്ക് നല്ല റിസൾട്ട് ആണ് കേട്ടോ. എന്റെ ഫേസിൽ എനിക്ക് ആ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്കിന്നൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയത് നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് പീൽ ഓഫ് മാസ്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല റിസൾട്ടാണ് തന്നിട്ടുള്ളത്. പിന്നെ ഇത് കാപ്പിപ്പൊടി ആയതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ആ ഒരു റിസൾട്ട് എന്റെ ഫേസിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, നമുക്ക് അനാവശ്യമായിട്ടുള്ള രോമം ഉണ്ടാവുമല്ലോ നമ്മുടെ ഫേസിൽ, അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും പീൽ ഓഫ് മാസ്ക് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫേസിൽ അങ്ങനെ ഒരുപാട് രോമമില്ല, ചെറിയ രോമങ്ങളാണ് ഉള്ളത്. പക്ഷെ അത് കുറച്ചൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലുള്ള രോമമൊക്കെ റിമൂവ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഷുഗർ വാക്സ് ഇല്ലേ, നാച്ചുറൽ ഷുഗർ വാക്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. പക്ഷെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ പീൽ ഓഫ് മാസ്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നതാണ്. ഒറ്റ യൂസിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പീൽ ഓഫ് മാസ്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കോഫി പൗഡർ ഉപയോഗിച്ചിട്ടുള്ള പീൽ ഓഫ് മാസ്ക് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്യണം എന്നല്ല, താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് തലേ ദിവസമൊക്കെ ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫേസിൽ ചെറിയൊരു റെഡ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറ്റുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും കമന്റിലൂടെ പറയണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കുന്നതിലോ ഉപയോഗിക്കുന്നതിലോ പീൽ ചെയ്യുന്നതിലോ കഴുകുന്നതിലൊക്കെ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.